അതാണ് ഞാൻ ധൈര്യത്തില് നിന്റെ അടുത്താവുമ്പം ഉം, പുറത്ത് കൊടുക്കാത്തത് കൊണ്ടാ. നിനക്ക് പിന്നെ നിന്റെ ഉം, അടുത്ത കാര്യം ഉം. എനിക്ക് കാര്യം അറിയാലോ. പിന്നെ എനിക്ക് എനിക്ക് അതിനൊന്നും തോന്നുന്നു ആ ഒരു ഫോൾഡർ മൊത്തം ഇതാണല്ലോ. കുറെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതാ തോന്നുന്നു എനിക്കിത് ഹാങ് ആവുന്നേ. പക്ഷെ ഞാനതെല്ലാം പിന്നെ അത് പോവാണ്ട് കളയാതെ എല്ലാം എനിക്ക് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കണ്ടത് തന്നെ ഞാൻ കണ്ടോണ്ടിരിക്കാറില്ല. കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഇങ്ങനെ ഞാൻ കുറെ ഐറ്റങ്ങൾ. എനിക്കപ്പോഴേ ചേച്ചി കണ്ടപ്പോഴേ തോന്നിയായിരുന്നു, ഞാൻ കാണുന്ന ഞാൻ പിന്നെ കൂട്ടത്തിലാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. നിനക്ക് പിന്നെ പരിചയമുള്ളതുകൊണ്ടാ ഞാൻ പിന്നെ അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പുറത്തുള്ള ആൾക്കാര് ഇതെന്തോ ഭയങ്കര അഡിക്ഷൻ ആണോ? ഒത്തിരി ഉണ്ടല്ലോ. ഇത് അഡിക്ഷൻ വെച്ചിട്ടാണോ? വെച്ചാൽ വേറെ എവിടെയും പോകുന്നൊന്നുമില്ലല്ലോ. വീട്ടിൽ തന്നെ ഇരിക്കുമ്പോ ഇത് വെച്ചിട്ടാണോ പരിപാടി? ഉം അതൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഇത് കിട്ടുന്നുണ്ടോ? ആ പിന്നെ ഉം. വേറൊരാള് ചെയ്തിരുന്ന പോലെ ഒന്നും ആവൂല, എന്നാലും. ഉം. എന്താ ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നിനക്ക് താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടെന്ന് ഓട്ടിക്കോ എന്നല്ലേ ചോദിച്ചേ. പക്ഷെ ഞാൻ ആദ്യം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി കേട്ടോ. ഞാൻ വിചാരിച്ചു വല്ല ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന്. പിന്നെ വേറെ പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത് റെഡിയാക്കി, ഞാൻ റീസെറ്റ് ചെയ്ത്. കൊറേ എന്തൊക്കെയോ വെച്ചിട്ട് അതും അതിനകത്തൊരു ചെയ്യാറുണ്ട്. മൂന്നാലെണ്ണം സ്വന്തമായിട്ടുള്ളത് കിടപ്പുണ്ടല്ലോ, ചേച്ചിയുടെ തന്നെ. ഉം അതാ ഞാൻ കൂടുതൽ കണ്ടത്. എനിക്കൊരു 3-4 ദിവസത്തേക്കുള്ളതുണ്ടായിരുന്നു. അത് നല്ല അടിപൊളി താഴെ സാധനമായിരുന്നു. ചെയ്യുന്നതല്ലേ? നല്ല അടിപൊളി സാധനം, ഒരു രക്ഷയില്ല. ഉം എന്തായിരുന്നത്? ശരിക്കും ഇങ്ങനെ മറ്റേത് കണ്ടോ? ശരിക്കും ചീറ്റി ശരി, വരുന്നേ. അത് മാത്രല്ല, ഇങ്ങനെ തുറന്നിരിക്കുമല്ലേ, അപ്പൊ ഉം നല്ലതായിട്ട് ഇങ്ങനെ ചീറ്റി വരുന്നുണ്ട്. അത് നോക്കിയിട്ടായിരുന്നു ഒരു 3-4 ദിവസം അത്യാവശ്യം എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ പോയത്. ഞാൻ പിന്നെ ഓർത്ത് ഇതിങ്ങനെ ഇപ്പൊ കൊടുക്കണോ കുറച്ചുകൂടെ ഹോൾഡ് ചെയ്ത് വെച്ചാലോ എന്ന്. പിന്നെ ഞാൻ വേറെ ഇതിനകത്തോട്ടൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. അതിനകത്ത് തന്നെ അങ്ങനെ ഇട്ടിട്ടുണ്ട്, ഞാൻ എടുത്തിട്ടൊന്നുമില്ല. അത് പിന്നെ എനിക്ക് വേറെ പിന്നെ കിട്ടാതായപ്പോഴത്തേക്ക് ഞാൻ എന്റെ തന്നെ എടുത്ത് കാണുമായിരുന്നു. അങ്ങനെയുണ്ടോ? അത് ഭയങ്കര ഒരു ഇതാ, ഇങ്ങനെ സുഖം. അത് നോക്കിയിട്ട് ചെയ്യാറുണ്ടോ? ഉം സ്വന്തമായിട്ടുള്ളത് തന്നെ നോക്കിയിട്ട് ഇങ്ങനെ? ഉം ആഹാ. ഒരു എനിക്ക് 4-5 പിന്നെ എണ്ണം അത്യാവശ്യം കിടപ്പുണ്ടത്. ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ ഒരു 4-5 എണ്ണം കിടപ്പുണ്ട്, അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളത്. എന്തുവായിരുന്നു അത് കണ്ടിട്ട് എനിക്ക് പറ്റുന്നേ ഇല്ലായിരുന്നു. എൻ്റെ രാത്രികൾ അങ്ങനെ പോയി പിടിച്ച് നീ പിടിച്ച് പിടിച്ച്. അല്ല, ഞാൻ ഷോപ്പിലോട്ട് വരുന്നില്ലെന്നാ. എനിക്ക് പിന്നെ നീ ഫ്രീ ആവുമ്പോ നീ ഇങ്ങോട്ട് വാ, അതെടുത്തിട്ട്. ഇങ്ങോട്ട് വരുന്നില്ലേ? അല്ല, നീ ഫ്രീ ആവുമ്പോ അതെടുത്ത് വന്നാ മതി. ഞാൻ അങ്ങോട്ട് വരുന്നില്ല. ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ. എന്റെ ഫ്ലാറ്റിലോട്ട് വന്നാൽ മതി. ഞാൻ പെട്ടെന്ന് അങ്ങനെ വരാൻ പറ്റത്തില്ലല്ലോ, സിറ്റുവേഷൻ നോക്കിയിട്ടേ വരാം. അപ്പൊ ഇനിയിപ്പോ ഒരു നൈറ്റ് ആയാലും കുഴപ്പമില്ല. നൈറ്റ് വേണമെങ്കിൽ വരാം, നൈറ്റ് ഓക്കെയാണ്. നൈറ്റ് നിനക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുമോ? നൈറ്റ് സ്റ്റേ ചെയ്യാം, കുഴപ്പമില്ല. അങ്ങനെയാണ്, നൈറ്റ് നമുക്ക് തകർക്കാം. അല്ല, അതിനകത്തെ പിന്നെ ഇത്രയും അടുത്ത് നീ ഉണ്ടായിട്ട് ഇത്രയും നാളും എനിക്കറിയത്തില്ലല്ലോ. പിന്നെ അതിപ്പോ നമുക്ക് ഇപ്പൊ എൻ്റെ ഒരു സാധനം ശരിയാക്കാൻ തന്നു. അപ്പൊ ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കുന്നില്ലല്ലോ ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അല്ല, അഥവാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാലോ എന്ന് വിചാരിച്ചിട്ടാ. സത്യം പറ, ചേച്ചി അറിഞ്ഞോണ്ട് എനിക്ക് തന്നതാണോ അത് ഞാൻ കാണാൻ വേണ്ടിട്ട്? എനിക്ക് നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ, 2-3 തവണ കണ്ടപ്പോ തന്നെ എനിക്ക് കൊതിയുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ പറയാ, പിന്നെ ഇങ്ങനെ ഇത് തന്നത് തന്നെ ഞാൻ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ്. പിന്നെ പക്ഷെ ഞാനത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലോ. ഞാൻ നോക്കുമ്പോ പക്ഷെ അത്ര ഇതിലൊന്നും അല്ല വെച്ചിരുന്നത്. ഓപ്പൺ ആയിട്ട് തന്നെ വിൻഡോസ് അല്ല, അവിടെ തന്നെ നീ ഹോമിൽ നീ തന്നെ പിന്നെ ഉണ്ടായിരുന്നു. കുഴപ്പമില്ല വിചാരിച്ചിട്ടാ, നീ നോക്കി കൈകാര്യം ചെയ്യുന്ന വിചാരിച്ചിട്ടാ പിന്നെ തന്നു. പക്ഷെ അതില് അത്രയും അതിനകത്ത് കിടന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് 4-5 എണ്ണം ചേച്ചിയുടെ തന്നെ ഉള്ള 5-6 എണ്ണം ഉണ്ട്. ഒരു അതിലേതാ ഷോർട്ടും ഇഷ്ടായ? ബാക്കി ലെങ്തി ആയിട്ടുള്ള ഒരു 5 എണ്ണം ഉണ്ട്. എല്ലാം ഒന്നിനൊന്ന് അടിപൊളി മെച്ചമല്ലേ, എന്താ സാധാ. അതില് ഞാൻ ശരിക്കും അത് അകത്തിങ്ങനെ വെച്ചിട്ടേക്കാണ്. അങ്ങനെ ചെയ്യുന്നില്ലേ? അങ്ങനെ പിന്നെ അകത്തി ബാക്ക് വെച്ചിട്ട്. നന്നായിട്ട് നല്ല മുൻതൂക്കവും പിൻതൂക്കവും എല്ലാം ഉണ്ട്. ബാക്കൊക്കെ ഒരു രക്ഷയില്ലല്ലോ. സ്ഥിരം ഇതാ പരിപാടിയല്ലേ? അതെ അതെ.
ഉം. നീ എന്നിട്ട് എനിക്ക് എപ്പോഴാണ് അതിനകത്ത് കാണുന്ന ഒരു, അതായത് മൂന്നാമത്തെ ഇതിനകത്താന്ന് തോന്നുന്നു, അതിനകത്ത് മൂന്നാമത്തെ വീഡിയോയ്ക്കകത്ത് അതൊരു സ്പെഷ്യലായിട്ട് ഒരു സംഭവം ചെയ്യുന്നുണ്ട്. എന്ത് ചേച്ചി തന്നെ ഓർമ്മയില്ല, ചെയ്യുന്നത്. കൊറേ എടുത്തിട്ടുണ്ടല്ലോ. ആ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് വെച്ചിട്ടാണ് ഞാനൊരു 2-3 ദിവസം തള്ളി നീക്കിയത്. അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു എപ്പോഴെങ്കിലും അങ്ങനെ കിട്ടുന്ന ഒരു ചാൻസ് കിട്ടുന്ന എന്തായിരുന്നു സമയത്ത്. അത്? എനിക്ക് മനസ്സിലായില്ല ഏതാന്ന്. അതായത് അങ്ങനെ ബെഡില്ല അങ്ങനെ കിടന്നിട്ട് ഉം. അങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിങ്ങനെ ഇറക്കുന്ന ഓർമ്മ ഉം. ഇറക്കിയിട്ട് തന്നെ അത് തന്നെ ഇങ്ങനെ വായിലോട്ട് വെക്കത്തില്ലയോ? ഉം. ആ ഒരു സാധനം കുറച്ച് സമയം വെച്ചിട്ട് വീണ്ടും ഇറക്കും. ഉം. കാണുമ്പത്തേക്ക് അത് കണ്ടിട്ടാണ് ഞാൻ 2-3 തവണ ചീറ്റിച്ചത്. നിനക്ക് വായിലെടുക്കുന്ന ഇഷ്ടമാണോ? പിന്നെ ഇഷ്ടമല്ലാതെ എന്തോ അപ്പൊ അങ്ങനെ ചോദ്യം. ചെയ്യാം. അപ്പൊ നേരിട്ട് തന്നെ ചെയ്യുമ്പോ എത്ര സുഖം ഉണ്ടാവും ഇത് കണ്ടിട്ട്? നേരിട്ട് എനിക്കൊരാഗ്രഹം അതിങ്ങനെ പ്ലേ ചെയ്ത് നിനക്ക് വെച്ചോണ്ട് തന്നെ, പെട്ടെന്ന് വരുവോടാ? അതിങ്ങനെ വെച്ചോണ്ട് തന്നെ പ്ലേ ചെയ്ത് വെച്ചോണ്ട് തന്നെ നമുക്ക് ചെയ്യണം. ഉം. പെട്ടെന്ന് അല്ല, വരത്തില്ല. വന്നു കഴിഞ്ഞാലും പിന്നെയും അങ്ങനെ തന്നെ നിക്കുവോ? വന്നു കഴിഞ്ഞാൽ നിൽക്കും. പിന്നെ ഒന്നിലൊന്നും മതിയാകത്തില്ല. ഞാനത് നോക്കി ചെയ്തത് തന്നെ ഒരു 4-5 തവണയായി. പിന്നെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അതുപോലെ ആവും. രാത്രി എനിക്കിത് തന്നെ പരിപാടി. എന്നെ പെട്ടെന്ന് അതിലോട്ട് എത്തിക്കണ്ട കേട്ടോ, കുറച്ച് ടൈം എടുത്തിട്ട്. പെട്ടെന്നൊന്നും എത്തിക്കത്തില്ല, വളരെ സമയമെടുത്ത് മെനക്കെട്ട് ക്ഷമയോടെ, വളരെ ക്ഷമയോടെ ഇങ്ങനെ നമുക്കൊരു പതിയെ. നൈറ്റ് എപ്പഴാ? ഒരു നൈറ്റ് മുഴുവനും കിട്ടുമല്ലോ. അല്ല, ഇനിയിപ്പോ ഇങ്ങനെ അറിഞ്ഞില്ല, ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കൂടാം. പക്ഷെ ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ വന്ന് കണ്ടപ്പോഴേ, പക്ഷെ നമ്മളിങ്ങനെ മിണ്ടാനൊന്നും അധികം അവസരം കിട്ടിയിട്ടില്ലല്ലോ. അവിടെ ഉം. ഇടയ്ക്ക് വെച്ച് കാണുമ്പോൾ മിണ്ടുന്നതല്ലാതെ അങ്ങനെ ഡീപ്പായിട്ട് മിണ്ടിയിട്ടില്ലല്ലോ. ഇപ്പോഴല്ലേ. ഞാൻ ജോലിയൊക്കെ രാവിലെ തീർത്തിട്ട് ഉം. അങ്ങനെ ഇരിക്കും അത് കണ്ടോണ്ട്. പിന്നെ കൈവച്ച് ചെയ്യും. ഉം 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 ഉം. പക്ഷെ അല്ലാതെ ഒരു ഇത് കിട്ടിയിട്ടില്ലല്ലേ? ഇല്ല ഇല്ല. ഓ, അപ്പൊ നമുക്ക് അതിന്റെ ആ ഒരു ഇതങ്ങ് നികത്തിക്കളയാം, ഒരാഗ്രഹം. പിന്നെ നീ ഇങ്ങനെ, എനിക്കറിയത്തില്ലല്ലോ, അങ്ങനെ താല്പര്യം ഉണ്ടാവും എന്നറിയാം. പക്ഷെ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്ന ഡയറക്റ്റ്. അല്ല, അതെനിക്ക് അന്ന് കണ്ടപ്പോഴേ അയ്യോ, അതല്ല, അടിപൊളിയല്ലേ. അത് എനിക്ക് കാണുമ്പോ തന്നെ നനയും. അപ്പൊ അപ്പൊ പിന്നെ ആണുങ്ങളുടെ കാര്യം പറയാനുണ്ടോ? പിന്നെ എൻ്റെ കാര്യം പറയണോ? ഞാൻ സത്യം പറഞ്ഞ കുറച്ച് ദിവസം ഹോൾഡ് ചെയ്ത് വെച്ചിട്ടേ തരാമെന്ന് വിചാരിച്ചു. ഇപ്പൊ ചേച്ചി ഇപ്പൊ ഉം. വിളിച്ചത് കൊണ്ടാ പിന്നെ ശരിയായില്ലെന്ന് ഇങ്ങനെ കള്ളത്തരം പറയുന്നേ. അല്ല, ഇനിയിപ്പോ അത് കണ്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അല്ല, അത് കാണണ്ടേ? ഇനിയിപ്പോ അതിന്റെ അല്ല, ഞാനിപ്പം തരുവല്ലേ ഡയറക്റ്റ്. അതാണ് അത് ഓക്കെ. പക്ഷെ ഞാനില്ലാത്ത സമയത്ത് എങ്ങാനും തോന്നുവോ? നീ ഇപ്പൊ പറഞ്ഞു കൊതിപ്പിച്ചോണ്ട് പെട്ടെന്ന് വരണേ നീ. ഒരു എനിക്ക് കാര്യം ചെയ്യാം. ഒരു കാത്തിരിക്കാൻ വയ്യ. നാളെയും മറ്റന്നാളും ഒക്കെ കുറച്ച് തിരക്കാണ്. ഞാൻ പിന്നെ ഒരു മൺഡേ ഇറങ്ങാം നൈറ്റ്. ഉം. അപ്പൊ അതുകൊണ്ട് വരാം. ഉം ഉം. ആരും കാണത്തില്ലല്ലോ, കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ? ഇല്ല ഇല്ല. പിന്നെ അതിനകത്തിരുന്ന അതിനകത്ത് കുറച്ച് സാധനം ഞാൻ കളഞ്ഞിട്ടുണ്ടേ. ആ കുറച്ച് ആ ആ. കുറച്ച് ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് കളഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഒന്നും കളഞ്ഞിട്ടില്ല. അത് ഹാങ് ആയതാണല്ലേ? ഹാങ്ങായി, അറിയായിട്ട്. അതിന്റെ ഭയങ്കരമായിട്ട് ഹാങ്ങായി നിൽക്കുമല്ലേ. ഞാൻ പിന്നെ അത് റീസ്റ്റാർട്ടൊക്കെ ചെയ്ത് അല്ല, ഞാൻ ഡിലീറ്റ്. ചെയ്യുന്നത് കളയണ്ട. അത് ബാക്കി കളയാ അത് കളഞ്ഞിട്ടില്ല. കുറച്ച് ഇല്ലില്ല, അത് കളഞ്ഞിട്ടില്ല. അത് ഞാൻ അങ്ങനെ കളയോ? പിന്നെ ഞാനത് എടുത്തിട്ടുമില്ല കേട്ടോ. പിന്നെ ഞാനിങ്ങനെ കൈവച്ചിങ്ങനെ വായിലിങ്ങനെ വെക്കുന്നതല്ലേ, ആ, അത് അതിഷ്ടായോ? ഇഷ്ടമായോന്ന് എന്താ ചോദിക്കണ്ടേ? ഒത്തിരി ചാടിയിരിക്കുന്നോണ്ട് ഇങ്ങനെ ശരിക്കും വായിലെടുക്കാൻ പറ്റുന്നുണ്ട്. കറക്റ്റ് വായിലോട്ട് ഇങ്ങനെ എത്തുന്നുണ്ട് കട്ടയ്ക്ക്.
അത് അത്ര ഇങ്ങനെ സ്ഥിരം പിടിക്കലല്ലേ പരിപാടി? ഉം നല്ലൊരു ചാടി നിൽക്കുന്ന, നല്ല സുഖ. ഞെക്കി കളിക്കും. ഒതുങ്ങുന്നില്ലല്ലോ, ഒതുങ്ങുന്നില്ലല്ലോ, നല്ലൊരു ചാടി തുടിച്ച് നിൽക്കുന്ന. അതിങ്ങനെ ഞെക്കി കളിക്കുമ്പോ തന്നെ നനയും താഴെ. അതല്ല ഞാൻ പറഞ്ഞത്, അത് കാണുമ്പോഴത്തേക്ക് ഭയങ്കര, കാണുമ്പോഴേ